ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ബുധനാഴ്ച എത്തിയിരിക്കുന്നു ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. അതായത് ഒരു കൊറിയൻ സ്റ്റൈലൊരു കാര്യമാണ്. കൊറിയനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഹിറ്റാണ്, എന്താ പറയുക, വൈറലാണ് കൊറിയൻ കാര്യങ്ങൾ. കൊറിയൻ പാട്ട് ഇഷ്ടമാണ്, കൊറിയൻ മൂവീസ് ഇഷ്ടമാണ്, എല്ലാവർക്കും കൊറിയനായിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ഭയങ്കര ക്രേസാണ്. അപ്പോൾ കൊറിയൻ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ യു കെയിലാണെങ്കിൽ നമ്മൾ ഒരു ബ്യൂട്ടി പ്രോഡക്ട്സ് വിൽക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കൊറിയൻ സെക്ഷൻ തന്നെ വേറെയുണ്ട്. അത്ര ഇഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് കൊറിയൻ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു പക്ഷേ കൊറിയയിൽ പോയി നമുക്ക് വാങ്ങാൻ പറ്റിയില്ല, അതുപോലെ ഓൺലൈനായിട്ട് കിട്ടാത്ത കാര്യമാണെങ്കിൽ അവരുപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ട് നമുക്ക്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ ഒരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു എക്സാക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ ഉണ്ടാവില്ല, പക്ഷേ ഉള്ളത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു കൊറിയൻ ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഈ കൊറിയൻ ഫേസ് പാക്ക് ഇടുമ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നല്ല ഗ്ലോ കിട്ടും, സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻഡ് ആകും, സോഫ്റ്റ് ആകും, റേഡിയൻ്റ് ആകും, എന്താ പറയണ്ടേ, നമ്മുടെ സ്കിന്ന് വളരെ യൂത്ത്ഫുൾ ആകും. ഫൈൻ ലൈൻസ് റിങ്കിൾസൊക്കെ പോയി ഒരു ദിവസം കൊണ്ടല്ല ഞാൻ പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം അങ്ങനത്തെ ഫേസ് പാക്കൊക്കെ ഇടുകയാണെങ്കിൽ, പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായ ഒരു റേഡിയൻസും, ഇപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. പാർലറിൽ പോയി നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അങ്ങനെ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൊറിയൻ ഫേസ് പാക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിനിപ്പോൾ വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ചിയാ സീഡ് ഉണ്ട്, പിന്നെ അതുപോലെ കുറച്ച് പച്ചരി വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി പച്ചരിക്ക് പകരം അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളിൽ ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇച്ചിരി ഒരു പാലും കൂടി ചേർക്കുക. അപ്പോൾ ചിയാ സീഡും വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടുക. ഒരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ മതി, തലേ ദിവസം വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി. അപ്പോൾ ഒരു കുറച്ച് എടുക്കുക, ഒരു 2-3 ടീസ്പൂൺ എടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് അത് 1 ടേബിൾ സ്പൂൺ അത്ര തന്നെ വേണമെന്നില്ല, പക്ഷേ കൂടുതൽ കാണും. ഇപ്പോൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കഴുത്ത് വരെ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്കും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളിടുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അരിയാണെങ്കിൽ ഒരു 1/4 കപ്പോളം അരി എടുക്കുക. പച്ചരി ഇല്ലാന്നുണ്ടെങ്കിൽ റൈസ് ഫ്ലവർ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ആകാം, നോക്കിയിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഇച്ചിരി പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക. പിന്നെ ഇതിനകത്തേക്ക് പറ്റുമെങ്കിൽ വൈറ്റമിൻ ഇ ഓയിലും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. ഈ ഓയിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഹൊഹോബ ഓയിൽ ചേർക്കുക. എനിക്കിഷ്ടം ഹൊഹോബ ഓയിലാണ്. വൈറ്റമിൻ ഇ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ വാങ്ങാൻ കിട്ടില്ല, അതിനകത്തുനിന്ന് ഒഴിച്ചെടുത്താലും മതി, ഒരു പിന്നുകൊണ്ട് കുത്തിയിട്ട്. അല്ലെങ്കിൽ ഹൊഹോബ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഹൊഹോബ ഓയിൽ അറിയാലോ, നമ്മുടെ യൂഷ്വൽ എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അരി വെള്ളത്തിൽ കുതിരാൻ ഇട്ടിരിക്കുന്നതും അതിനോടൊപ്പം ചിയാ സീഡ്, ഇത് രണ്ടും വിത്ത് മിൽക്ക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തത് അരച്ചിട്ട് വന്നിട്ടുണ്ട്. ചിയാ സീഡും കൂടി ഉള്ളതുകൊണ്ട് ഒരു ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും, കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾ പാൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിലേക്കാണ് ഞാൻ കുറച്ച് ഹൊഹോബ ഓയിൽ ഒഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ആകാം. ഇതിലിപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഹൊഹോബ ഓയിലും ചേർത്തു. ചിയാ സീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു നാച്ചുറലായിട്ടുള്ളൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. അതായത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിയാ സീഡ്. നല്ല ഹൈഡ്രേഷൻ പവറുണ്ട്. പിന്നെ ചിയാ സീഡ് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഭയങ്കരമായിട്ട് സ്കിന്ന് നല്ല റേഡിയൻ്റ് ആക്കും ഭയങ്കരമായിട്ട്, അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ചിയാ സീഡ്സ് റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഫ്രീ റാഡിക്കൽസിൻ്റെ ശല്യം നമ്മുടെ സ്കിന്നിൽ നിന്നും ടോക്സിൻസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റും. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിങ്ങനെ സ്വെല്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ സ്കിൻ കണ്ടീഷൻസ് ലൈക്ക് എസ്കിമ, പിന്നെ അതുപോലെ ആക്നെ, ഇങ്ങനെയുള്ളവർക്കും ഒക്കെ വളരെ ബെനിഫിഷ്യലാണ് ചിയാ സീഡ്. ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ സ്വെല്ലിങ്, റെഡ്നെസ്, അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം മാറ്റിത്തരും. അതിനകത്ത് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട്. പിന്നെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, ഫേംനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന കൊളാജനാണ്. അപ്പോൾ ഈ കൊളാജൻ പ്രൊഡക്ഷനും നമുക്ക് നല്ല രീതിയിൽ ഈ ചിയാ സീഡ് ഉണ്ടാക്കിത്തരും. ഓക്കെ, കൊളാജൻ പ്രൊഡക്ഷനെയും ത്വരിതപ്പെടുത്തുന്ന കാര്യമാണ് ചിയാ സീഡ്. അത് ഉള്ളിൽ കഴിച്ചാലും നല്ലതാണ്, പുറമെ അപ്ലൈ ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് മുതലായ കാര്യങ്ങളൊന്നും വരില്ല, ഉള്ളത് കുറച്ചുകൊണ്ട് വരികയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഈ ഒരു പാക്ക് ഇടുക, ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അതുപോലെ ചിയാ സീഡിൽ എസെൻഷ്യൽ ന്യൂട്രിയൻസ്, അതായത് പിന്നെ വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീന്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ റീജനറേഷൻ അല്ലെങ്കിൽ സ്കിന്നിനെ ഒന്നുകൂടി ഒന്ന് റിവൈവ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവും നമ്മുടെ
ഈ ചിയാ സീഡിനുണ്ട്. അപ്പോൾ സ്കിൻ റീജനറേഷൻ ആൻഡ് സ്കിൻ റിപ്പയർ, ഇത് രണ്ട് കാര്യങ്ങളും ചിയാ സീഡിന് സഹായിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ omega-3 ഫാറ്റി ആസിഡ്സ്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ചിയാ സീഡിനുണ്ട്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. അറിയാമല്ലോ, ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ മനസ്സിലായോ, ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നുമില്ല, നമ്മുടെ മുഖം നല്ല തിളങ്ങും. അപ്പോൾ ഇതൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇത് സ്കിന്നിൻ്റെ നാച്ചുറൽ ബാരിയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യും. സ്കിന്നിന് സ്വന്തമായിട്ട് നാച്ചുറലായിട്ടൊരു ബാരിയറുണ്ട്. ആ ബാരിയർ എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ നമ്മളെ സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാനൊക്കെ സ്കിന്നിന് തന്നെ സ്വന്തമായിട്ടൊരു തടസ്സം നിർത്താനുള്ള ഒരു കഴിവുണ്ട്. അതൊരു സ്കിൻ ബാരിയർ എന്ന് പറയും. ആ നാച്ചുറൽ സ്കിൻ ബാരിയറിനെ കുറച്ചുകൂടി ശക്തമാക്കും, സ്ട്രെങ്തൻ ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ഈ ഒരു ചിയാ സീഡിന് ഉണ്ട്. പിന്നെ മുഖത്തുണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മുതലായ കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യും. കംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് മാത്രമല്ല, ഈവൻ കളറാക്കി തരും, ഈവൻ ടോൺ, സ്കിൻ ടോണൊക്കെ നല്ലതായിട്ട് ഈവൻ ആക്കി തരും. അപ്പോൾ മുഖത്തുണ്ടാകുന്ന എന്താ പറയുക, കുരുകാരയുടെയൊക്കെ അടയാളങ്ങളുണ്ടാകും, ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടാകും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ കറുപ്പുണ്ടാകും. ഇപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് ചിയാ സീഡ് നമ്മുടെ മുഖത്ത് പുരട്ടുന്നത്. നമ്മുടെ ചിയാ സീഡിനെ ചുരുക്കി പറഞ്ഞാൽ, ചിയാ സീഡ് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യുന്നുണ്ടാകും, ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ടാകും, അതുപോലെ ഡീടോക്സിഫൈ ചെയ്യും. അപ്പോൾ എല്ലാം കൊണ്ടും ബെനിഫിഷ്യലാണ്. അപ്പോൾ അത് ഒഴിവാക്കുകയോ വേണ്ട, നമ്മുടെ സ്കിന്നിൻ്റെ കെയറിൻ്റെ ഭാഗമാക്കുക. ആഴ്ച 2-3 പ്രാവശ്യം മുഖത്ത് ഉപയോഗിക്കുക. പിന്നെ ഉള്ളിൽ കഴിക്കുന്നത് ഈക്വലി ഗുഡാണ്. പിന്നെ നമ്മുടെ റൈസ് ഫ്ലവർ അല്ലെങ്കിൽ റൈസ് പേസ്റ്റ്, അത് തരുന്ന ബെനിഫിറ്റ്സ് എന്താണെന്നല്ലേ, പ്രധാനമായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യും, ഓയിൽ കൺട്രോൾ ചെയ്യും. നമ്മുടെ ഓയിൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിൽസ് അത് കുറച്ച് കൂടുതലുണ്ടാകും ചില ആൾക്കാർക്ക്, അതെല്ലാം കൺട്രോൾ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വളരെ വളരെ എഫക്റ്റീവാണ് കേട്ടോ ഓയിൽ കൺട്രോളിന്. പിന്നെ നല്ല എക്സ്ഫോളിയേഷനാണ്, നല്ല ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടും, സ്കിന്നൊക്കെ നല്ലതായിട്ട് തിളങ്ങും. റൈസ് ഫ്ലവർ വളരെ നല്ലതാണ്, അരി അല്ലെങ്കിൽ അരിപ്പൊടി. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആണ്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ്റെ മാർക്കെല്ലാം ഫെയ്ഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും റൈസ് ഫ്ലവറിന്. പിന്നെ സൺ ഡാമേജ്, നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ ആ സൺ ഡാമേജ് കുറയ്ക്കാനായിട്ട്, അതാണ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇച്ചിരി അരിപ്പൊടിയിൽ തൈര് ചേർത്ത് മുഖത്ത് പുരട്ടുന്നത് നല്ലതാണ്. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സൺ ഡാമേജ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ റൈസ് ഫ്ലവറിന് മറ്റൊരു പ്രത്യേകത, ഭയങ്കര സൂത്തിങ് ആണ്, കാമിങ് ആണ്. അതുകൊണ്ടാണ് ഈ സൺ പ്രൊട്ടക്ഷനൊക്കെ നമുക്ക് കിട്ടുന്നത്. സൺ ടാനൊക്കെ മാറാനായിട്ട് സഹായിക്കും. സ്കിന്നിന് ഭയങ്കരമായിട്ട് ബെനിഫിഷ്യലാണ്, നല്ല സൂത്ത് ചെയ്യും, നല്ല സോഫ്റ്റ് ആക്കി തരും, ഭയങ്കര നല്ലതാണ് കേട്ടോ. സ്കിന്നിൻ്റെ ടെക്സ്ചർ വളരെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ രണ്ട് നല്ല പ്രോപ്പർട്ടീസാണ് ഞാൻ ഈ ഒരു മാസ്കിൽ ചേർത്തിരിക്കുന്നത്, ഫേസ് മാസ്കിൽ. പിന്നെ അതിനകത്തേക്ക് ഞാൻ ഹോഹോബോ ഓയിലും ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹോഹോബോ ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഓയിലിന് ഇക്വലൻ്റ് ആണ്. അത് വേറൊരു ഓയിലായിട്ട് കണക്കാക്കണ്ട, അത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ഒരുപാട് ഓയിലി ഫേസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു പാക്കിൽ ഓയിൽ ഐറ്റം ഒന്നും ചേർക്കണം എന്നില്ല, നാച്ചുറൽ സെബം കൂടുതലായിട്ടുള്ളവർ. കാര്യം ഇതിലിപ്പോൾ റൈസൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്, അത് കൺട്രോൾ ചെയ്യാനും കൂടിയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ അതേസമയം ഓയിലി അല്ലാത്ത സ്കിന്ന്, നാച്ചുറൽ സ്കിന്ന് അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവർ ഡെഫിനറ്റ്ലി അതിൽ ഹൊഹോബോ ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ ചേർക്കുക. ഹൊഹോബോ ഓയിൽ ചേർത്ത് അത് നാച്ചുറൽ സെബം നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന പോലെ തന്നെയാണ്, നമുക്ക് കുറവുള്ള ആ ഒരു ഓയിൽ കണ്ടൻറ്റ് കിട്ടും. പിന്നെ എന്തായാലും ചിയാ സീഡിലൊക്കെ അത് ഇങ്ങനത്തെ കാര്യങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുന്ന കാര്യമാണ്, വളരെ ബെനിഫിഷ്യലാണ്. ഇനി ഇത് ആപ്ലിക്കേഷൻ സമയമായി, മുടിയൊന്ന് ഒതുക്കട്ടെ. പാലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് മറന്നുപോയതാണ് കേട്ടോ. പാലെന്ന് പറയുമ്പോൾ അതിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൽ സ്കിൻ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ അതിനടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ ന്യൂ സ്കിൻ സെൽസ് വളരാനായിട്ടും, പിന്നെ നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേഷൻ, ഡെഡ് സ്കിൻ സെൽസ് പോകാനും, അതുപോലെ സ്കിൻ റീജനറേഷൻ, അങ്ങനത്തെ കാര്യത്തിനെല്ലാം ഭയങ്കരമായിട്ട് റോ മിൽക്ക്, കാച്ചിയ പാലല്ല സാധാരണ പാല് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും. ലാക്റ്റിക് ആസിഡ് അതിനകത്തുണ്ട്, അത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യലാണ്. ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒന്നും വരില്ല, സ്കിന്നിൻ്റെ കളർ ഇമ്പ്രൂവ് ചെയ്യും, ഭയങ്കരമായിട്ട് നല്ലതാണ്. അത് ഫൈൻ ലൈൻസ് റിങ്കിൾസ് വരില്ല എന്നതല്ല, ബൂസ്റ്റ് ചെയ്യും, നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനും ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന 3 കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഗുണം ചെയ്യും. അതായത് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും, ഫൈൻ ലൈൻസ് റിങ്കിൾസ് പോകുന്ന കാര്യത്തിലും, പിഗ്മെൻറ്റേഷൻ്റെ ബ്ലാക്ക് സ്പോട്ട്സ് മാറുന്ന കാര്യത്തിലും, സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിലും, സ്കിന്നിന് കളർ വരുന്ന കാര്യത്തിലും, നല്ല ഒരു ഈവൻ ടോൺ, ബ്രൈറ്റനിങ്, തിളക്കം ഒക്കെ കിട്ടാനായിട്ടും സഹായിക്കും ഇതെല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി ഇനി അങ്ങോട്ട് പുരട്ടാൻ പോകാം. ആപ്ലിക്കേഷൻ മൂക്കുത്തി ഉള്ളതുകൊണ്ട് ഇപ്പോൾ സൂക്ഷിച്ചിടണം, അതാണ് വേറൊരു പ്രശ്നം. മൂക്കിൻ്റെ ആ ഭാഗം കുറച്ച് ശ്രദ്ധിക്കണം. നല്ലൊരു ലെയർ ഇങ്ങനെ ഇടുക. ഇനി പാൽ അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ പാൽ ഉപയോഗിക്കേണ്ട, വേണമെങ്കിൽ ഇച്ചിരി തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമില്ല, അങ്ങനെയാണെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കാം വേണമെങ്കിൽ.
തൈരും വേണ്ടാന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളിടുമ്പോൾ കഴുത്തിൻ്റെ ഇത്രയും ഭാഗം കൂടി കവർ ചെയ്യാം. എനിക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ മൂക്കുത്തി ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വാഷ് ചെയ്യുന്ന സമയത്തും മൂക്കുത്തി ഒരു ഇഷ്യൂ ആണ്, സൂക്ഷിച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ. ഒരു 15 to 20 minutes വെയിറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ അതിൻ്റെ ഗുണമൊക്കെ നമ്മുടെ സ്കിന്ന് അബ്സോർബ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു. ഇത്രയും ഉണങ്ങണമെന്നില്ല ശരിക്കും പറഞ്ഞാൽ, കുറച്ചുകൂടെ നേരത്തെ വേണമെങ്കിലും എടുക്കാം. ഇത് കുറച്ചിങ്ങനെ സ്ട്രെച്ചാകും. പക്ഷെ ഇതെല്ലാം നല്ലതാണ്, സ്കിന്നിൻ്റെ ഫേംനെസ്സിന് വളരെ നല്ലതാണ്. ഇനി പതുക്കെ പതുക്കെ ഒന്ന് കുതിർത്തെടുക്കാം, എന്നിട്ട് എടുക്കാം. ഓക്കെ, വാഷ് ചെയ്യാം. ഇങ്ങനെ ഒരു മസാജും കൂടി കൊടുക്കുമ്പോൾ നല്ലത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എന്തായാലും ഉണ്ടാകും. ഒരു ബ്രൈറ്റനിങ് ആൻഡ് ഒരു തിളക്കവും ഗ്ലോയും ഒക്കെ ഉണ്ടാവും. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്തോളൂ. ഓക്കെയാണ്. ഇത് മേക്കപ്പൊന്നും ഇല്ലാണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. മേക്കപ്പ് ഇട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേക്കപ്പ് ഇല്ലാണ്ടാണ് ബ്യൂട്ടി വ്ളോഗിന് വന്നിരിക്കുന്നത്. ആഹാ, നല്ല ഒരു സോഫ്റ്റ്, ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ തെന്നി പോണ പോലെ. ഓക്കെ, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട് സ്കിന്ന്. ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കെല്ലാം ബെസ്റ്റാണ്. ഓയിലി സ്കിന്നുകാർക്കും ഒരു കുഴപ്പമില്ല, നന്നായിട്ട് നിങ്ങൾക്ക് ഇഫക്റ്റ് കിട്ടും. ആഹാ ഹാ, എൻ്റെ കൈ നമ്മളിങ്ങനെ തെന്നി പോകാമെന്ന് പറയില്ല, അതുപോലെ സ്മൂത്ത് സോഫ്റ്റ്. ഓക്കെ, ഇനി ഈ വെള്ളം മാറ്റിയിട്ട് ഇച്ചിരി ഫ്രഷ് വാട്ടർ വേറെ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ട് ഫൈനൽ കാര്യം ചെയ്യാം, ഫൈനൽ ക്ലിയർ ചെയ്യാം. ഞാനേ കണ്ണാടി നോക്കി ചെയ്യാം. മൂക്കിൻ്റെ ഭാഗം ചെറിയ കോട്ടൺ പാഡ് വെച്ചിട്ടുണ്ട്. യെസ്, ഫ്രഷ് ബ്രൈറ്റ് ആയില്ലേ? നോക്കിക്കോളൂ. എങ്ങനെയുണ്ട് ഫേസ്? ഓക്കെ അല്ലേ? നല്ല മാറ്റമില്ല. അപ്പം നിങ്ങൾക്ക് തോന്നും കളർ കുറച്ച്, അതായത് കളർ ഉള്ള ആൾക്കാർക്ക് ഇത് ചെയ്താൽ എങ്ങനെയാണ് ഇഫക്റ്റ് അറിയുന്നതാണ്. പക്ഷെ എൻ്റെ മുഖത്ത് എഫക്റ്റ് ഉണ്ട് ആക്ച്വലി പറഞ്ഞാൽ. എനിക്കത് നല്ല ഫീൽ ചെയ്യാം. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ബട്ട് സി, അതിൽ തൊടുമ്പോൾ തന്നെ ഇത് സോഫ്റ്റ് ആകുന്നതെന്ന് അറിയാമോ? ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്. ഇങ്ങനെ നമ്മളങ്ങനെ ബ്ലഷ് ചെയ്ത പോലെ ആകും. എത്രത്തോളം ക്യാമറയിൽ വിസിബിളാണെന്ന് എനിക്കറിയില്ല. ഭയങ്കര എക്സലൻറ്റ് റിസൾട്ടാണ്. അപ്പോൾ ഇതൊരു കൊറിയൻ ഫേസ് പാക്കാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കൊറിയൻ സ്കിൻ ഗ്ലോ ആൻഡ് സംഗതികളെല്ലാം വരും. അപ്പോൾ ഫൈൻ ലൈൻസ് ഉണ്ടാവില്ല, പിന്നെ ഉള്ളവർക്കത് കുറഞ്ഞു വരും. പിന്നെന്താ പറയുക, ആൻറ്റി ഏജിങ് ആണ്. പ്രായം കുറച്ച്, സ്കിന്ന് നന്നായാൽ തന്നെ നമ്മുടെ പ്രായം കുറഞ്ഞല്ലേ ഇരിക്കുള്ളൂ. സ്കിന്നാണ് നമ്മളുടെ സ്കിന്ന്, മുടി, പല്ല്, ഇതുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പ്രായം കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അത് വളരെ പ്രധാനമാണ്. നമ്മുടെ ചേഷ്ടകൾ, ആറ്റിറ്റ്യൂഡ്, നമ്മൾ ഓരോ കാര്യത്തിനോടും എടുക്കുന്ന ഒരു സമീപനം, അത്തരം കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നല്ലതായിട്ട് യൂത്ത്ഫുള്ളായിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ സ്കിന്ന് നോക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിന്ന്. അപ്പോൾ സ്കിന്നിൽ റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒന്നും വരാണ്ട് സൂക്ഷിക്കുക. പിഗ്മെൻറ്റേഷൻ, എനിക്ക് ഞാൻ പറഞ്ഞില്ല പിഗ്മെൻറ്റേഷൻ ഇരുന്നത്, പക്ഷേ അത്ര വിസിബിൾ അല്ല. നോക്കിയേ, ഞാൻ വിത്തൗട്ട് മേക്കപ്പ് ഇരിക്കുവാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ റെമഡീസാണ് കൂടുതൽ. പിന്നെ അതുകൂടാതെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇതെല്ലാം ഞാൻ മുഖത്ത് പുരട്ടുന്ന ആൾ തന്നെയാണ്. പിന്നെ ബ്രാൻഡിൻ്റെ തന്നെ മോയ്സ്ചറൈസേഴ്സ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. മോയ്സ്ചറൈസേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. വേറൊരു പ്രാവശ്യം ഞാൻ അത് ഇടുമ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ എന്താ പറയുക, മനോറ ഓർഗാനിക്സ്, ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ കാര്യങ്ങൾ, സ്ലോക്സ് പേ, ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് കൂടുതൽ ഞാൻ പകൽ സമയം അതുപോലെ രാത്രി ഒക്കെ ഒരു പുറത്തുനിന്ന് വരുമ്പോൾ ഒക്കെ ഇടുന്ന പാക്കുകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുക എല്ലാ ദിവസവും പല ദിവസവും പലതാണ്. ചിലപ്പോൾ ആഴ്ച 2 ദിവസം ഇതായിരിക്കും ഇടുന്നത്. പിന്നെ കോഫി മാസ്ക് ഇടാറുണ്ട്, സ്വന്തമായിട്ടൊരു ഫേഷ്യൽ മാസ്ക് ഉണ്ടാക്കി ഇടാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ പല ദിവസങ്ങളിലും ഞാൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണ്.
അപ്പോൾ അത് എല്ലാം എൻ്റെ സ്കിന്നിനെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് സ്കിന്നിന്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്ന് എന്താ പറയുക, റിങ്കിൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കും, നല്ല ബ്രൈറ്റായിരിക്കും, ഗ്ലോയി ആയിരിക്കും, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി മോയ്സ്ചറൈസ്ഡ് ആണ്. സത്യം പറഞ്ഞാൽ ഇനിയൊരു മോയ്സ്ചറൈസർ ഇതിൽ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ സ്കിന്നിപ്പോൾ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്, കുഴപ്പമില്ല. മോയ്സ്ചറൈസറിൻ്റെ ആവശ്യം പോലും വരുന്നില്ല ആഫ്റ്റർ ദിസ്. അപ്പോൾ ഈ ഒരു കൊറിയൻ ഫേസ് മാസ്ക് ഉപയോഗിച്ച് നോക്കൂ, നല്ല വ്യത്യാസം ഉണ്ടാവും, നല്ലൊരു കൊറിയൻ സ്കിന്നായി മാറും. നിങ്ങളുടെ ശരിക്കും ഇവിടെ കണ്ടോ, ഇങ്ങനെ തിളങ്ങുന്ന പോലെ തോന്നുന്നു. എനിക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു തിളക്കം പോലെ, ഒരു ബ്ലഷ് വന്ന പോലെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇഫക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഏറ്റവും നല്ല ഫോമിലേക്ക് കൊണ്ടുവരും. സ്കിന്നിൻ്റെ കളർ ഇമ്പോർട്ടൻ്റ് അല്ല. സ്കിന്നിപ്പോൾ ഏത് കളറിലെ സ്കിന്നും ആയിക്കോട്ടെ, ഇപ്പോൾ ഫെയർ സ്കിൻ ആകാം, മീഡിയം സ്കിൻ ആകാം, മീഡിയം കളറിലെ ഡാർക്ക് സ്കിൻ, എന്താണെങ്കിലും സ്കിന്നിനൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ടോണുണ്ടല്ലോ, ആ ടോണും ബ്രൈറ്റ്നസ്സും ഷൈനിങ്ങും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയൻ ഫേസ് മാസ്ക്. ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.